ഭൂമിയുടെ ഏറ്റവും താഴത്തെ ആവരണത്തിലെ ഏറ്റവും ചൂടുള്ളതും ഇടതൂർന്നതുമായ ഘടനകളെ ഗവേഷകർ ആദ്യമായി മാപ്പ് ചെയ്തു. ഇതിനായി പര്യവേഷണം ചെയ്യാൻ വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ച് യുഎസിലെ ബ്ലാക്ക്മോറിലുള്ള ഭൗമശാസ്ത്രജ്ഞരാണ് ഇത് സാധ്യമാക്കിയത്. വലിയ തോതിലുള്ള ഡാറ്റാ സെറ്റുകളിൽ ട്രെൻഡുകൾ കണ്ടെത്താൻ കഴിയുന്ന സീക്വൻസർ എന്നറിയപ്പെടുന്ന ഒരു അൽഗോരിതം ഉപയോഗിച്ചാണ് അവരിത് കണ്ടെത്തിയത്. 1860 മൈൽ താഴ്ചയിൽ എന്തു നടക്കുന്നുവെന്ന് ഇതിലൂടെ വെളിവാകും. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഭൂകമ്പ തരംഗങ്ങളുടെ ആയിരക്കണക്കിന് റെക്കോർഡിങ്ങുകൾ വിശകലനം ചെയ്യുന്നതിന് പകരം പുതിയൊരു സ്കാനിംഗ് അൽഗോരിതം പ്രയോഗിച്ചുകൊണ്ടാണ് ടീം ആഴത്തിലുള്ള ആവരണം മാപ്പ് ചെയ്തെടുത്തത്. ആവരണത്തിൻ്റെ ചൂടുള്ളതും ഇടതൂർന്നതുമായ പ്രദേശങ്ങളുടെ സാന്നിധ്യം മാപ്പ് വെളിപ്പെടുത്തുന്നു. ഇത് ഹവായി, ഫ്രഞ്ച് പോളിനേഷ്യ എന്നിവയ്ക്ക് താഴെ 1860 മൈൽ താഴ്ചയിലാണെന്നത് വലിയ അത്ഭുതമായിരിക്കുന്നു. മനുഷ്യ ശരീരത്തിനകത്തേക്ക് നോക്കാൻ ഡോക്ടർമാർ അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്ന രീതിക്ക് സമാനമായി ഭൂമിയുടെ ആന്തരിക ഭാഗം പരിശോധിക്കാൻ ഭൗമശാസ്ത്രജ്ഞർ ഭൂകമ്പ തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. എങ്കിലും ഡാറ്റ റെക്കോർഡ് ചെയ്യാൻ അനുവദിക്കുന്നതിന് അവർക്ക് ഭൂകമ്പങ്ങളെ ആശ്രയിക്കുന്നതിനാൽ ഇതേറെ ബുദ്ധിമുട്ടേറിയതാണ്. തന്നെയുമല്ല, ഇത് ഭൂമിയുടെ ചെറിയ പ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ദുർബലമായ പ്രതിധ്വനികളെ ശബ്ദത്തിൽ നിന്ന് വേർതിരിക്കുന്നത് പലപ്പോഴും അസാധ്യമാണ്. അവരുടെ പഠനത്തിൽ ഭൂമിയുടെയും ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെയും സംഘം വലിയ തോതിലുള്ള ജ്യോതിശാസ്ത്ര ഡാറ്റാ സൈറ്റുകളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത സീക്വൻസർ എന്ന അൽഗോരിതം ഉപയോഗിച്ചു. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ രേഖപ്പെടുത്തിയ ആയിരക്കണക്കിന് സീസ്മോഗ്രാഫുകൾ, ഭൂകമ്പത്തെ തുടർന്ന് ഭൂമിയുടെ സ്പന്ദനങ്ങളുടെ രേഖകൾ വിശകലനം ചെയ്യാൻ അവർ ഇത് ഉപയോഗിച്ചു. ആഗോളതലത്തിൽ ഡാറ്റ നോക്കാനുള്ള ഈ പുതിയ മാർഗത്തിലൂടെ ദുർബലമായ സിഗ്നലുകൾ കൂടുതൽ വ്യക്തമായി കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നു. യുഎസിലെ ബ്ലാക്ക്മോറിലെ ജോൺസ് ഹോപ്പിംഗ്സ് സർവകലാശാലയിലെ പേപ്പർ രചയിതാവും ശാസ്ത്രജ്ഞനുമായ ബ്രൈസ് ബെനാർഡിൻ്റെ വാക്കുകളാണിവ. നാവിഗേറ്റ് ചെയ്യാൻ വവ്വാലുകളും ഡോൾഫിനുകളും ഉപയോഗിക്കുന്ന സ്വാഭാവിക സോണാറുമായി ടീമിൻ്റെ രീതിയെ അടിസ്ഥാനമാക്കിയുള്ള തത്വം താരതമ്യം ചെയ്യാമെന്ന് മേരിലാൻഡ് സർവകലാശാലയിലെ ഭൂകമ്പ ശാസ്ത്രജ്ഞനായ ഡൊയാൻ കിം വിശദീകരിക്കുന്നു. നിങ്ങൾ ഇരുട്ടിലാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ കൈയടിക്കുമ്പോൾ ഒരു പ്രതിധ്വനി കേൾക്കുകയാണെങ്കിൽ ഒരു മതിൽ അല്ലെങ്കിൽ ലംബഘടന നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം, ഡോക്കിംഗ് പറഞ്ഞു. സമാനമായ രീതിയിൽ ടീം അവരുടെ സീക്വൻസർ അൽഗോരിതം ഉപയോഗിച്ച് ആയിരക്കണക്കിന് സീമോഗ്രാഫുകൾ വിശകലനം ചെയ്തു. പ്രതിധ്വനികൾ പുറത്തെടുത്ത് ഭൂമിയുടെ ആവരണത്തിൻ്റെ വിശദാംശങ്ങൾ കാണിക്കുന്ന ഒരു പുതിയ മാപ്പ് സൃഷ്ടിച്ചു. അതായത് ദ്രാവക ഇരുമ്പ് ക്യാമ്പിൻ തൊട്ട് 1860 മൈൽ ആഴത്തിൽ ഈ അൽഗോരിതം ഉപയോഗിച്ച് നിർമ്മിച്ച മാപ്പ് പസഫിക്കിന് കീഴിലുള്ള ഒരു വലിയ പ്രദേശം കാണിക്കുന്നു. ഒപ്പം ഹവായി, ഫ്രഞ്ച് പോളിനേഷ്യ, മാർക്കസ് ദ്വീപുകൾ എന്നിവയ്ക്ക് താഴെയുള്ള ചൂടുള്ളതും ഇടതൂർന്നതുമായ പ്രദേശങ്ങളുടെ രഹസ്യം വെളിപ്പെടുത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.